സാറേ, എമ്പുരാനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ അതിനെതിരെ RSS നേതാവ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അദ്ദേഹത്തിന്റെ ചില വരികൾ മാത്രം ഞാൻ ഇവിടെ വായിക്കാം. ഇവിടെ കരളുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയും കൈവിലങ്ങ് വയ്ക്കാൻ കരുത്തുള്ള ആഭ്യന്തരമന്ത്രിയും ഉള്ള നാടാണ്. കളം വിട്ടു കളിച്ചാൽ കാണികൾ ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, എന്നേക്കുമായി കളി അവസാനിപ്പിക്കുകയും ചെയ്യും. കറക്റ്റാണത്. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. കരളുറപ്പുള്ള ചങ്കുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയുണ്ട്. കൈവിലങ്ങിടാൻ ഏത് കള്ളനെയും ഭീതിയോ പ്രീതിയോ കൂടാതെ ഇന്ത്യൻ ഭരണഘടനയും അവരുടെയൊക്കെ സത്യപ്രതിജ്ഞയും നിഷ്കർഷിച്ചിരിക്കുന്ന വിധം കൈവിലങ്ങിടാൻ കഴിവുള്ള ഒരു പ്രധാനമന്ത്രിയുണ്ട്. ഏത് തമ്പുരാനായാലും ശരി, ഏത് എമ്പുരാനായാലും ശരി, അവനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ തിഹാർ ജയിലിലേക്ക് പോയിരിക്കുന്നു. കണ്ടില്ലേ, കേജ്രിവാൾ, പ്രതാപശാലിയായ കേജ്രിവാൾ, ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പിന്നിലായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ മുന്നണി. എന്നിട്ട് എന്തേ അദ്ദേഹം ജയിലിലേക്ക് പോയി. ഏതവനായാലും അതിന് നടപടിയെടുക്കും. കാശ്മീരിലെ അവിടം മുഴുവൻ ഭീകരരുടെ താഴ്വരയാക്കി മാറ്റി അവിടുത്തെ പണ്ഡിറ്റുകളെ കൊന്ന് താഴ്വരകളിലേക്ക് തള്ളിയ, കിണറ്റിലേക്ക് തള്ളിയ, ക്ഷേത്രങ്ങൾ തകർത്ത, പാലങ്ങൾ തകർത്ത, വിദ്യാഭ്യാസത്തിനെതിരെ അക്ഷരവിരോധികളായ അവർ സ്കൂളുകൾ പോലും തകർത്ത അവരെ എന്തേ ഇപ്പോൾ അവർ പണ്ടത്തെ പോലെ ഗർജിക്കുന്നില്ല? എന്തേ കാടുകളിലേക്ക് ഒളിക്കുന്നു? എന്തേ ധൈര്യമായിട്ട് വന്ന് കല്ലെറിയുന്നില്ല? എന്തുകൊണ്ട് കല്ലെറിയുന്നില്ല? ആ കല്ല് നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിന് നേരെ, പോലീസിന് നേരെ എറിഞ്ഞ കല്ല് ഇന്ന് എവിടെ പോയി? ആ കല്ലെറിഞ്ഞപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഇയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ ഇയാൾ? പാണ്ഡിറ്റുകളെ കൊന്നെറിഞ്ഞപ്പോൾ ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇയാളുടെ ഇരട്ടത്താപ്പിനെ പറ്റി പറയാൻ ധാരാളമായിട്ടുണ്ട്. അദ്ദേഹം ലക്ഷദ്വീപിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശ്വാസിക്കുന്നു. വലിയ രാഷ്ട്രീയ വിചാരകനാണ്. മുനമ്പത്തെക്കുറിച്ച് ഒരു അക്ഷരം ഇയാൾ മിണ്ടിയിട്ടുണ്ടോ? പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോരുതെന്ന് പറയുന്നത് പോലെ. ഇനിയും പറഞ്ഞു തരാം. ദിലീപ് അന്ന് പ്രതിയാക്കിയപ്പോൾ കൊലച്ചതിയല്ലേ അദ്ദേഹം ചെയ്ത്? കേസിൻ്റെ തെളിവുകൾ വരുന്നതിന് മുമ്പേ അതിനെതിരെ ശബ്ദിച്ചു, വലിയ പൗരുഷം കാട്ടിയല്ലോ ഇയാൾ. എന്തേ സിദ്ദിഖിനെതിരെ അതൊരു ആരോപണം വന്നപ്പോൾ ഒരു അക്ഷരം അനങ്ങി ഇയാൾ വർഗീയവാദിയാണ്. താനീ വർഗീയവാദി അല്ലെങ്കിൽ വർഗീയവാദിയുടെ കപട നാടകം കളിക്കുക. എന്തുകൊണ്ടാണ്? ഇദ്ദേഹം ഹിന്ദുവായിപ്പോയി. ആ ഹിന്ദുവായതിൻ്റെ പേരിൽ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ ആളുണ്ടാവില്ല. അത് മറികടക്കാൻ വേണ്ടി ഹിന്ദുക്കളെ തെറി പറഞ്ഞും ഹിന്ദു വിരോധം ഉജ്ജ്വലിപ്പിച്ചും ഹിന്ദുക്കൾക്കെതിരെ ശബ്ദിച്ചും ഇപ്പോൾ ഒടുവിൽ മോഹൻലാലിനെ ചതിച്ചുകൊണ്ട്, മോഹൻലാലിനെ അറിയിക്കാതെ ഹിന്ദു വിരുദ്ധമായിട്ടൊരു സിനിമ കോടിക്കണക്കിന് രൂപ ഗോപാലിനെ പറ്റിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കും. RSS നേതാവ് പറയുന്ന അവസാനത്തെ വാക്കിതാണ്, എന്നേക്കുമായി കളി അവസാനിപ്പിക്കും. അതെ, കളി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ് ആളുകൾ തിരിച്ചറിയുമ്പോൾ തന്നെ അത് അവസാനിച്ചു കഴിഞ്ഞു. ഇയാളുടെ കള്ളത്തരം. പക്ഷെ ഇയാൾ കുറച്ച് നാളുകളായി അതിന് തുടരുന്നല്ലോ. ഈ പറഞ്ഞ പോലെ ഈ ഗാസ പ്രേമം, ഈ മറ്റ് ലക്ഷദ്വീപ് പ്രേമം, അങ്ങനെ പിന്നെ ഒരു ജനഗണമന ഒരു സിനിമ ഉണ്ട്. ആസൂത്രിതമാണ് ഇയാളുടെ നീക്കം. ഇയാളുടെ ശത്രുക്കളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാര്യംകുന്നൻ എന്ന ഒരു മത തീവ്രവാദി ഹിന്ദുക്കളെ കൊലപ്പെടുത്തിയ ആ മനുഷ്യന്റെ സിനിമ. ഇത്രയും മലയാള ചരിത്രത്തിന്റെ നോക്കുമ്പോഴറിയാം മലയാള ചരിത്രം എത്ര വർഷം കടന്നു പോയിരിക്കുന്നു. ആ സമയത്തൊന്നും വരാത്ത ഒരു തോന്നൽ ഈ ജിഹാദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ മനുഷ്യനുണ്ടായിരിക്കുന്നു. അതെ, വാരിക്കുന്നനായിട്ട് അഭിനയിക്കാൻ സ്വയം വേഷം കെട്ടി കുപ്പായിട്ട് പുറപ്പെട്ടതല്ലേ വാരിക്കുന്നൻ ചെയ്തു കൂട്ടിയത്. പാവപ്പെട്ടത് എതിരെ കൊന്ന് ആ ഹിന്ദുക്കളെ മുഴുവൻ അവിടെ കൊന്ന് അഭിഷേകം ചെയ്ത ആ മനുഷ്യൻ തുർക്കി എന്നും പറഞ്ഞ ഈ പോട്ടെ, വാരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം വേഷം കെട്ടിക്കോട്ടെ. ആ വാരിക്കുന്നനും മറ്റും ഏതൊരു രാജ്യത്തിൻ്റെ പേരിൽ ഊർജം കൊണ്ടോ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി ജനാധിപത്യം എന്നുള്ള പേരിൽ അവിടുത്തെ ഇസ്താംബുൾ മേയറെ പിടിച്ചിട്ട്, അദ്ദേഹവും മുസ്ലിം തന്നെയാണ്, പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. എന്താ കാര്യം? റിപ്പബ്ലിക്കൻ പാർട്ടി അവിടുത്തെ തുർക്കിയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി അദ്ദേഹം അടുത്ത തവണ അധികാരത്തിൽ വരുമെന്നുള്ള പേടി കൊണ്ട് ഏകാധിപത്യം നിലനിർത്താൻ ഒരക്ഷരം പറഞ്ഞു. അദ്ദേഹം പാലസ്തീനെ പറ്റിയും ഹമാസിനെ പറ്റിയും പറയുന്നല്ലോ. അതുപോലെ തന്നെ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗമായുള്ള യസീദികളുടെ കാര്യം, അവരെ ക്രൂരമായി ബലാത്സംഗം, വിഭജന കാലത്തെ ഹിന്ദുക്കൾ എങ്ങനെ പീഡിക്കപ്പെട്ടോ അതുപോലെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് യസൂദികൾ. അവരെക്കുറിച്ച് ഒരു വാക്ക് ഇയാൾ പറഞ്ഞു. വലിയ വിവരമുള്ള ആളാണല്ലോ. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇയാൾക്ക് പണം കിട്ടില്ല. ഇത് വലിയ ചതിയാണ് ഇയാൾ ചെയ്തത്. മോഹൻലാലിനെ നശിപ്പിച്ചു. എന്താ, മോഹൻലാൽ ഇയാൾക്കൊരു ഭീഷണിയായിരുന്നു ഭാവിയിൽ. ഇയാൾക്ക് കിടനിൽക്കാവുന്ന ഒരു മഹാനടനായിരുന്നു. അയാളെ നശിപ്പിച്ചു സിനിമയോട് കൂടി. ദിലീപിനെ നേരത്തെ തന്നെ നശിപ്പിച്ചു, മുൻകൈ എടുത്തതാണ്. സിദ്ദിഖിനെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ, മുകേഷിനെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ
ഇയാളുടെ നാവിറങ്ങിപ്പോവാണ്. എന്താ ഇതിനെ നിങ്ങൾ ഇത് ഒരു സിനിമാ നടൻ നിങ്ങളുടെ ഫീൽഡിൽ നിൽക്കണം. രാഷ്ട്രീയം പറയുവാണെങ്കിൽ അതെ, നിങ്ങളുടെ സിനിമ കാണുന്നതിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കൾ തന്നെയാണ്, അത് മറക്കരുണ്ട. അതിൽ ഇടതുപക്ഷമുണ്ട്, BJP ഉണ്ട്, RSSകാരും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ അവർക്ക് വേണ്ടി സിനിമ എടുക്കണം അന്തസ്സായിട്ട്. അങ്ങനെ ഉണ്ടല്ലോ ഒരു കർണാടകത്തിൽ നിന്നൊരു നടൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി, ദേശീയ അവാർഡ് കിട്ടിയതാണ്. അതിനെ നമ്മൾ മാനിക്കുന്നു, ധൈര്യമായിട്ട് ആ പാർട്ടിയുടെ പക്ഷം മാത്രം പറയുന്നു, ആ പാർട്ടിയുടെ പക്ഷം. അല്ല ഇങ്ങനെ കപട നാടകം കളിക്കുകയും സ്ക്രിപ്റ്റിൽ ചീറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടല്ല. നിങ്ങൾ എന്താണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ് നിങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സുകുമാരൻ അപമാനമാണിത്. മഹാനടനായ സുകുമാരന് അപമാനകരമായിട്ടുള്ള കൊലച്ചതിയും ചതിയും ആണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണത്. നിങ്ങൾക്ക് ആളാവാൻ വേണ്ടിയിട്ട് മോഹൻലാലിൻ്റെ തോളിൽ കയറി ചവിട്ടി കയറിയിരിക്കുകയാണ് നിങ്ങൾ. അതാണ് ഇതിനകത്ത് ചെയ്തത്. മോഹൻലാലിന് മിനിസ്ക്യൂളായിട്ടുള്ള ഒരു റോൾ. മോഹൻലാലിനെ നമ്മൾ അങ്ങനെ ന്യായീകരിക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ധാരണയില്ലേ? അത് കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. അതെ, ഇത്രയും വർഷമായി സിനിമയിൽ അഭിനയിക്കുന്നു. അല്ല, എനിക്ക് ആദ്യം ചോദിക്കുക, ഇയാൾ ഇത് പൊട്ടനാണോ? താൻ അഭിനയിക്കുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് കാണാതെ അഭിനയിക്കാൻ ഇത്രയും നാളത്തെ പരിചയമുള്ള സ്ക്രിപ്റ്റ് എല്ലാം വായിച്ചു കേട്ട് എല്ലാം തൃപ്തിയായതിനു ശേഷം വേണ്ടത് ആണല്ലോ ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നത്. ഇപ്പം നവാഗതനായ സംവിധായകൻ മുഴുവൻ കേട്ട് അനുവാദവും കൊടുക്കാറില്ലല്ലോ. ഇത് വന്നിട്ട് തേർഡറായിട്ടുള്ള ട്രാഷായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് കയറി അഭിനയിച്ചിരിക്കുക. അതിന് പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് വലിയ അകലെ ഹോളിവുഡ്, ഇതൊന്നും ഹോളിവുഡ്, ഫോളിവുഡാണ്. ഇത് ഫോളിയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയാം. കീഴടക്കി. രഞ്ജിത്തൊക്കെ ഇതിനേക്കാളൊക്കെ നല്ല എത്രയോ സ്ക്രിപ്റ്റുകൾ, നല്ല സിനിമകൾ 90s-ലും 80s-ലും വന്നുകൊണ്ടിരുന്നു. എത്രയോ സിനിമകൾ വന്നുകൊണ്ടിരുന്നു. രാഷ്ട്രീയമുള്ള സിനിമകളും വന്നു. ലാൽ സലാം പോലുള്ള സിനിമകൾ താങ്കളും അഭിനയിച്ചിട്ടുള്ളതാണല്ലോ മോഹൻലാൽ. സ്ക്രിപ്റ്റ് നോക്കിയതല്ലേ? അത്രയെങ്കിലും ഒരു ഗ്രഹപാഠം താങ്കൾക്ക് ചെയ്തുകൂടായിരുന്നു? മലയാളികളെ മാനം കെടുന്ന തരത്തിൽ തേർഡ് റേറ്റ് സബ്സ്റ്റൻസ് ഉണ്ടാക്കി വെച്ചിട്ട് അത് കേളികൊട്ടി. ഇത്ര വിവരമില്ലാത്തവരാണ് മലയാളികൾ നാളുകൾ വിചാരിക്കത്തില്ലേ? ഇതുപോലെ തേർഡ് റേറ്റ് സബ്സ്റ്റൻസിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിലുമൊക്കെ പോയിട്ട് ഇംഗ്ലീഷ് ചാനലുകളിൽ ടൈംസ് നൗ പോലുള്ള ചാനലുകളിൽ പത്രസമ്മേളനം നടത്തിയിട്ട് പ്രതീക്ഷയോടുകൂടി അവിടുത്തെ ആൾക്കാർ കാണുമ്പോൾ ബോളിവുഡിലെ ഏറ്റവും മോശമായ സിനിമയേക്കാൾ മോശമായിട്ടാണ് പടച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ പൃഥ്വിരാജ് ലൂസിഫറാണ്. മുല്ലപ്പെരിയാർ ബോംബ് വെച്ച് തകർക്കുമെന്നാണ് പറയുന്നത്. മുല്ലപ്പെരിയാർ സിനിമയിൽ പറയുന്നത് ബോംബ് വെച്ച് തകർക്കുന്നു. എന്തൊരു തേർഡ് റേറ്റ് റാപ്പർട്ടുകളാണ് എഴുതി കൊടുക്കുന്നത്. തേർഡ് റേറ്റ് ഇതാണോ പണ്ട് T. രാജേന്ദ്രൻ്റെ കാലത്തൊക്കെ തമിഴ് സിനിമയിൽ ഉണ്ടായിരുന്ന പോലുള്ള ഡയലോഗുകൾ, റാപ്പർട്ടുകൾ? എന്ത് മോശമാണിത്, എന്ത് മോശമാണിത്. വെർബൽ പൈറോ ടെക്നിക്കുകൾ കൊണ്ടൊരു സിനിമ നിലനിൽക്കാൻ പറ്റുമോ? അതിൻ്റെ കഥാതന്തുവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാൻ വയ്യാത്തതല്ല. ആ കഥാതന്തു ഇല്ലാതെ നൂലില്ലാതെ പട്ടം ആകാശത്ത് പറക്കുന്ന പോലൊരു സിനിമയാണ് നിങ്ങൾ ഉണ്ടാക്കി ചമച്ചു വെച്ചിരിക്കുന്നത്. ഹിന്ദു പത്രം മലയാള സിനിമയെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉടനീളം നമുക്ക് അഭിമാനമായിരുന്നു. ഇപ്പോൾ അപമാനമായി മാറിയിട്ടുണ്ട്. ഇനി ഹിന്ദിക്കാരെ കൂടെ തെരുവിളിയാക്കണമല്ലോ മലയാളികൾ. അതെ, ഇങ്ങനൊരു അംബാസഡർ ആവാൻ ഇറങ്ങി തിരിച്ചാണോ? എനിക്ക് ഇങ്ങനൊരു പൊട്ട സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ ലോകം മുഴുവൻ നടന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് നാണമുണ്ടോ? പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് നിങ്ങൾ മോഹൻലാലിനോട് ചോദിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ എനിക്ക് സമയമില്ല, വളരെ പേടി. അതെ, അതുപോലെ അയോധ്യ പേടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിനിമ ഇപ്പോഴും നിങ്ങൾ ഏത് ജില്ല ഉദ്ദേശിക്കുന്നു ആ ജില്ലക്കാർ കാണാറില്ല. അവർ വേറെ മഹാനടന്മാരുടെ സിനിമ അവർക്ക് ഉണ്ട്. ഹിന്ദുക്കളെ പോലെ അല്ല അവർ വളരെ സെലക്റ്റീവാണ്. ആരുടെ കാണുമെന്ന് അവർക്കറിയാം. ഹിന്ദുക്കളെ പോലെ പൊട്ടന്മാരല്ല ഉള്ളത് പറയട്ടെ, പൊട്ടന്മാരല്ല സിനിമയുടെ കലയുടെ പേരിൽ ആ സിനിമകളെല്ലാം കാണുക എന്നുള്ള സമ്പ്രദായമൊന്നും അവർ സ്വീകരിക്കാറില്ല. അവർക്ക് അവരുടെ ആളുകളെ തിരിച്ചറിയാം, അവരുടെ സിനിമകൾ അവർ കാണും. ഇപ്പോഴും കാണുന്നില്ല. അതുകൊണ്ട് രാം മന്ദിർ കാണാൻ നിങ്ങൾ പോകാതിരുന്നാലും ആ നിങ്ങളെ ഹിന്ദുവായിട്ട് തന്നെയാണ് കരുതാറ്. അപ്പോൾ ഇത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് പൃഥ്വിരാജ് ഇങ്ങനൊരു സിനിമ പിടിച്ചത്. അതിൽ നിങ്ങളെ വെച്ച് അതിനകത്ത് ഒരു മാനംകെട്ട വേഷം നൽകുക വഴി അദ്ദേഹം നിങ്ങളെ ചതിക്കുകയായിരുന്നു ചെയ്തിരുന്നു എന്നുള്ള സംശയമാണ്. എനിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല, അഭിനയിച്ചു പോയി. ഇത് നിങ്ങൾ എത്ര പണം ഇതിനകത്തു നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാലും ജനങ്ങൾ ഇതാണ് ഈ സാധനം. ഒരു വിരോധം ഉണ്ടായിട്ട് പറയുകയല്ല, സിനിമ ഇൻഡസ്ട്രി രക്ഷപ്പെടേണ്ടതാണ്. ഇനിയും കണ്ടോട്ടെ ആളുകൾ. ഇപ്പം ഞാനും പോയി കണ്ടെന്നിരിക്കും സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി. അടുത്തല്ല ലൈറ്റ് ബോയ്ക്ക് വേണ്ടി ജനങ്ങൾ സമയമെടുത്ത് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തും. ലൈറ്റ് ബോയ്ക്ക് വേണ്ടി കാണും. പക്ഷേ ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം കൊണ്ട് നിങ്ങൾ വന്നാലുണ്ടല്ലോ പൊട്ടിപ്പാളീസായി പോകും. ഇപ്പോൾ ഇതിനു വേണ്ടി ഇത്രയും മുടക്കിയത് കൊണ്ടും അവിടുത്തെ ലൈറ്റ് ബോയ്സിന് ശമ്പളം കൊടുക്കേണ്ടത് കൊണ്ടും ഞാനും പോയി കണ്ടെന്നിരിക്കും. ആ ലൈറ്റ് ബോയ്സിന് വേണ്ടി ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ വില്ലനോ ആ ലൂസിഫറിനോ വേണ്ടി ചെകുത്താനോ വേണ്ടി ആയിരിക്കില്ല. മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനോ വേണ്ടി ആയിരിക്കില്ല. അതിൽ കിടന്ന് കഷ്ടപ്പെട്ട് രാപകൽ അധ്വാനിച്ച ഭാരം ചുമന്നുകൊണ്ട് കിടന്ന ഇതിൻ്റെ എല്ലാം ഭാരം തോളിലേറ്റിയ ആൾക്കാർക്ക് വേണ്ടി
ലൈറ്റ് ബോയ്സിന് വേണ്ടി, സെറ്റിലെ ജീവനക്കാർക്ക് വേണ്ടി കാണാൻ ഞാനും തയ്യാറാകും, അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഇത് കാണുകയില്ല. നിങ്ങൾ കാണിക്കുന്ന പേക്കൂത്ത് കണ്ട് ചിരിക്കാൻ വേണ്ടി, ഉള്ളിൽ ചിരിക്കാൻ വേണ്ടി. യു ആർ എക്സ്പോസ്ഡ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.